കഴിഞ്ഞ ദിവസം പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ കടുവ ഇറങ്ങിയ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഇന്നലെ ഇവിടെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആടിന് തീറ്റി കൊടുക്കുന്നതിനായി ഈ ഭാഗത്തുണ്ടായിരുന്നു. ഈ കാണുന്ന കല്ലിൽ ആ ഇതര സംസ്ഥാന തൊഴിലാളി ഇരിക്കുകയായിരുന്നു. ഇതിന് എതിർവശത്ത് ഇതൊരു ചെറിയൊരു റോഡാണ്. ഈ റോഡിൻ്റെ എതിർവശത്താണ് ആടിനെ കെട്ടിയിട്ടിരുന്നത്. ഈ സമയം കടുവ ഈ ഭാഗത്തേക്ക് ചാടി വന്ന് ആടിനെ പിടികൂടുകയായിരുന്നു എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്താണ് ശരിക്കും ഇന്നലെ സംഭവിച്ചത്? ചേട്ടാ, ഇന്നലെ ഒരു 11 മണിയോടെ കൂടി ഈ കല്ലിലാണ് ഹിന്ദിക്കാരൻ പയ്യനെടുത്ത് ഈ ഫാമിലെ. അപ്പം പുള്ളിക്കാരൻ ഇവിടെ ഇരുന്ന് ആടിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. കടുവ ഇതിലെ കയറി വന്ന് ഇങ്ങനെ പോയി അവിടുന്ന് ആടിനെ പിടിച്ചു അങ്ങ് പോയി. ഈ പയ്യനെ കണ്ടില്ല കടുവ. കാരണം ഇതിൻ്റെ ഒരു സൈഡ് കാഴ്ചയുള്ളൂ, കടുവയുടെ ഒരു കണ്ണിന് കാഴ്ചയില്ല. അപ്പം കടുവ അതുകൊണ്ടായിരിക്കും ഈ പയ്യനെ കാണാഞ്ഞ്. ആടിനെ കണ്ടുള്ളൂ, ഒരു സൈഡ് കൊണ്ട് കാഴ്ചയുള്ളത് കൊണ്ട് കടുവ ഈ ആടിനെ കണ്ടുള്ളൂ. നിമിഷേരം കൊണ്ട് ഇതിനെ കടിച്ചെടുത്തുകൊണ്ട് ആ പുല്ലിനകത്തൂടെ കയറി അപ്പുറത്ത് ഫോറസ്റ്റ് ഏരിയയിൽ കയറി. ഞങ്ങൾ പിന്നെ ഫോറസ്റ്റുകാർ ഞങ്ങളെല്ലാം കൂടെ ഇതിനെ തപ്പിപ്പോയി കണ്ടുപിടിച്ചു. നേരെ കൂട്ടിക്കൊണ്ടുപോക്കുമായിരുന്നു ആടിനെ. അപ്പം ഇന്ന് ഇങ്ങനെ വീഴുമെന്നൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം നേരത്തെ പോത്തിനെ വെച്ചായിരുന്നു. അന്നിത് കൂടിൻ്റെ മണ്ടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് കൂടടഞ്ഞു പോയി, കയറാൻ പറ്റിയില്ല. അപ്പം കയറുമോ ഇല്ലയോ സംശയമായിരുന്നു. എങ്കിലും ജയൻ സാർ പറഞ്ഞത് കടുവ ആദ്യം താമസിക്കാതെ കൂടിനകത്ത് വീഴും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പ്രശ്നമുണ്ട്, ചത്തുവാൻ സാധ്യതയാണെന്ന് ഇന്നലെ പറഞ്ഞായിരുന്നു. അത്രയാണ് ഇന്നലെ നടന്ന സംഭവം. ഇതാണ് ഇന്നലെ നടന്ന സംഭവത്തെക്കുറിച്ച് പ്രദേശവാസികൾ പറയുന്നത്. ഇന്ന് ഇപ്പോൾ കടുവ വനം വകുപ്പ് വെച്ച കൂട്ടിൽ പെട്ടു. കടുവയെ ഇവിടെ നിന്നും മാറ്റിയിട്ടുണ്ട്. വളരെ ആശ്വാസമാണ്. കാരണം ഇവിടെ കുഞ്ഞുങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ ജീവിക്കുന്നതാണ്. ഈ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കടുവയൊക്കെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ മുറ്റത്തിറങ്ങി നിൽക്കാൻ പോലും, നമ്മുടെ വീടെന്ന് പറഞ്ഞാൽ കാടിൻ്റെ തൊട്ട് അതിർത്തിയാണ്. പക്ഷേ ഇവിടെ എന്തെങ്കിലും സംവിധാനങ്ങൾ നടത്തിയില്ലെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് ജീവിക്കാൻ തന്നെ ഇവിടെ വളരെ ആശങ്കയാണ്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാവണമെന്ന്. ഇപ്പോൾ ഈ കടുവനെ പിടിച്ചു എന്നുള്ളത് ഒരു ആശ്വാസമാണ്. പക്ഷേ അതൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ്. അത് പെർമനൻ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒത്തിരി നാളായിട്ട് ഞങ്ങൾ കംപ്ലയിൻറ്റ് കൊടുത്തേക്കണെയാണ്. പക്ഷേ ഇതുവരെ അതിനുള്ള പ്രോപ്പറായിട്ടുള്ളതൊന്നും ഉണ്ടായിട്ടില്ല. കടുവ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ കുടുങ്ങി ജനങ്ങൾക്കൊരു താൽക്കാലിക ആശ്വാസം മാത്രമാണ് എന്നാണ് ഈ കടുവയെ കാണുന്നതിനായി ഈ ഭാഗത്തേക്ക് എത്തിയ പ്രദേശവാസികൾ എല്ലാവരും പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.